അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നീലക്കണ്ണ് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം. ചില ആളുകളിൽ നമ്മൾ കാണാറുണ്ട് നീലക്കണ്ണ് അല്ലേ, വളരെ ചുരുക്കം പേരിൽ മാത്രമേ അങ്ങനെ കാണാറുള്ളൂ. എന്നാൽ ആ നീലക്കണ്ണ് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം. ഇതിനെക്കുറിച്ചിട്ട് മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ എന്നവർ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ പറയുന്നു, ഒരാൾ കറുപ്പ് കണ്ണ് സ്വപ്നം കണ്ടാൽ, അതായത് കണ്ണ് കറുപ്പാണെങ്കിൽ നീലയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ നീലക്കണ്ണ് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അനുമാനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമ്മൾ പലതുമാണ് പറയുക. സാധാരണ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും നീലക്കണ്ണുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, അത് നല്ലതല്ല, വടക്കാണെന്നൊക്കെ പറയും അല്ലേ. ചില നാട്ടിലെ ഭാഷ അനുസരിച്ച് പറയുകയാണെങ്കിൽ അത് നല്ലതല്ല, നീലക്കണ്ണുള്ളത് മോശമാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ നീലക്കണ്ണ് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം, കറുത്ത കണ്ണ് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം. ഇതിനെക്കുറിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ, വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇബ്നു സീരീൻ എന്ന ഒരു കിതാബിൽ അദ്ദേഹം പറയുകയാണ്, ഒരാൾ കറുപ്പ് കണ്ണ് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ദീൻ എന്നാണ്. ദീന്. ഇനി നീലക്കണ്ണാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിലോ അതിൻ്റെ വ്യാഖ്യാനം അത്ര നല്ലൊരു വ്യാഖ്യാനമല്ല, നമ്മളൊക്കെ ഭയക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. അതിൻ്റെ വ്യാഖ്യാനം മനുഷ്യൻ്റെ കടം എന്നാണ്. മനുഷ്യൻ്റെ കടം. കടം എന്നുള്ളത് നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒന്നാണല്ലോ. കടം വാങ്ങാതിരിക്കാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാലും ചില ആളുകളുടെ ജീവിത സാഹചര്യം മൂലം കടം വാങ്ങി പോകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കടങ്ങളെല്ലാം വീട്ടി തരട്ടെ. നമ്മുടെ കടങ്ങൾ അല്ലാഹു തആല വീട്ടി തരട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യാതെ നമ്മളെ കടങ്ങളൊന്നും വീടപ്പെടില്ല. നമ്മൾ അധ്വാനിക്കുക, അതുവഴി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കടങ്ങളൊക്കെ എന്താകും, വീട്ടി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.